ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ആമസോൺ ത്രൂ നമുക്ക് EMIയിൽ ക്രെഡിറ്റ് കാർഡ് EMIയിൽ പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റാണ് നമുക്ക് ഓർഡർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ HDFC ബാങ്കിൻ്റെ നോ കോസ്റ്റ് EMI എടുത്തിട്ടാണ് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ EMI ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ആമസോൺ പേ ലേറ്ററിലാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് പ്ലാൻസ്, എത്ര മന്ത്സിൽ എത്ര റുപ്പീസാണ് തിരിച്ചടവ് വരുന്നത്, ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത്, അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് നമ്മൾ ഫൈനലായിട്ട് അടയ്ക്കേണ്ടി വരുന്ന തുക എന്നുള്ളതും അതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഡെബിറ്റ് കാർഡ് EMIൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സിനൊന്നും ഡെബിറ്റ് കാർഡ് EMI ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഇവിടെ ക്രെഡിറ്റ് കാർഡ് EMIയിലാണ് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതർ EMIs അടിക്കാം. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് എമൗണ്ട് അടക്കം തന്നെ വരുന്ന EMI ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കും. അപ്പോൾ നമുക്ക് നോ കോസ്റ്റ് EMI മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടോഗിളൊന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് മാത്രമായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും ബാങ്ക്സ് മാത്രമായിരിക്കും നോ കോസ്റ്റ് EMI ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ HDFC ക്രെഡിറ്റ് കാർഡിൻ്റെ പ്ലാൻസ് ഒന്ന് നോക്കുകയാണെന്ന്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ 3 മന്ത്സിൻ്റെ പ്ലാനുണ്ട്, 6 മന്ത്സിൻ്റെ പ്ലാനുണ്ട്, 9 മന്ത്സിൻ്റെ പ്ലാനുണ്ട്. നോ കോസ്റ്റ് EMI ആയതുകൊണ്ട് തന്നെ ഒരു ഡിസ്കൗണ്ട് എമൗണ്ടും അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ നോ കോസ്റ്റ് EMI എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് എത്രയാണോ അതിൻ്റെ ബാങ്കിനുള്ള ഒരു നിശ്ചിത തുക ഉണ്ടാവുമല്ലോ, ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുള്ളത്, അത് അവർ ഓട്ടോമാറ്റിക്കലി തന്നെ അപ്ഫ്രണ്ട് ആയിട്ട് തന്നെ മുൻകൂട്ടി തന്നെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരാണ്. അപ്പോൾ ആ തുക കഴിച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ടാണ് നമ്മൾ റീപേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു തുകയാണ്. അപ്പോൾ നമുക്ക് സൗകര്യമുള്ള ഒരു EMI പ്ലാൻ നമുക്ക് സെലക്ട് ചെയ്യാം, എത്ര മന്ത്സിൻ്റെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത്രയും കാലാവധി കൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് നമുക്ക് അടിച്ചു തീർത്താൽ മതിയാവും. അപ്പോൾ ഈ നോ കോസ്റ്റ് EMIയിൽ എടുക്കുന്ന പ്രൊഡക്ട്സിന് നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് അഡീഷണൽ ആയിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. എത്രയാണോ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് അത്രയും നമുക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. ബേസിക്കലി പറയുകയാണെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റിൽ പ്രൊഡക്റ്റ് മേടിക്കുന്ന പോലെയാണ്. പിന്നെ നമ്മളൊരു EMI പ്ലാനിൽ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ ഒരു പ്രോസസ്സിങ് ഫീസ് ഉണ്ടായിരിക്കും, അത് എത്രയാണെന്നുള്ളത് അവരവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇനി നമുക്കിത് EMIയിൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ആഡ് ടു കാർട്ട് ഓപ്ഷൻ അടിക്കാം. അതിനുശേഷം നമുക്കിവിടെ പ്രൊസീഡ് ടു ബൈ അടിക്കാം. ശേഷം നമുക്ക് നമ്മുടെ ഡെലിവറി അഡ്രസ്സ് സെലക്ട് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് ആഡ് ചെയ്യാം. അഡ്രസ്സ് നൽകിയതിന് ശേഷം നമുക്കിനി പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ EMIയിൽ ആഡ് എ ന്യൂ കാർഡ് അടിക്കാം. എന്നിട്ട് ഇവിടെ എൻ്റർ കാർഡ് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഏതൊക്കെ കാർഡ്സാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അവിടെ താഴെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാർഡ് നമ്പർ ആദ്യം നൽകാം, എന്നിട്ട് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റും സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ കാർഡ് സെലക്ട് ചെയ്തിട്ട് പേ ഇൻ ഫുൾ എന്നുള്ള ഭാഗത്ത് ഏതാണോ നിങ്ങളുടെ പേയ്മെൻറ്റ് പ്ലാൻ എന്ന് വെച്ചാൽ ആ ഒരു പ്ലാൻ നിങ്ങൾ സെലക്ട് ചെയ്യാം. ഒന്നുകൂടി ഒന്ന് എമൗണ്ടും ഇൻട്രസ്റ്റും ടോട്ടൽ EMI കോസ്റ്റൊക്കെ ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം ചൂസ് EMI പ്ലാൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ CVV നമ്പർ അടിച്ചു കൊടുക്കാം. കാർഡിൻ്റെ CVV നമ്പർ അടിച്ചതിന് ശേഷം നമുക്ക് യൂസ് ദിസ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കാർഡൊന്ന് സേവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡെലിവറി അഡ്രസ്സും അതുപോലെ തന്നെ പേയ്മെൻറ്റ് മെത്തേഡും എല്ലാം ഒന്ന് വെരിഫൈ ചെയ്യാം, എത്ര മന്ത്സിൻ്റെ EMI ആണെന്നുള്ളതൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കാം. ഇനി ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള EMI ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ കാർഡിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് വെച്ചാൽ ആ ഒരു ലിമിറ്റിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് കോസ്റ്റ് തൽക്കാലത്തേക്കൊന്ന് യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ബാങ്ക് ഒരു 3-4 ദിവസം എടുക്കും ഈ ഒരു പർച്ചേസ് ഒരു EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾ സെലക്ട് ചെയ്ത പ്ലാൻ അനുസരിച്ചിട്ട് എത്ര മന്ത്സിൽ എത്ര എമൗണ്ട് ആയിരിക്കും നിങ്ങളെ ചാർജ് ചെയ്യുക എന്നുള്ളത് അവിടെ കാണിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചിലപ്പോൾ ഫസ്റ്റ് EMIയിൽ നിങ്ങൾക്ക് ഈ ഒരു കാണിക്കുന്ന എമൗണ്ടിനേക്കാളും കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബില്ലിംഗ് സൈക്കിൾ, ഇപ്പോൾ എൻ്റെ ഒരു ബാങ്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 15, 16 ഒക്കെയാണ് ബില്ലിംഗ് സൈക്കിൾ വരുന്നത്. അപ്പോൾ ഞാനിത് ഈ ഒരു മന്തിൽ, അതായത് മാർച്ചിലെ 15th 16th മുമ്പായിട്ടാണ് ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്കിതിൽ കാണുന്ന എമൗണ്ട് തന്നെ ഫസ്റ്റ് EMI ഇട്ട് അടച്ചാൽ മതിയാവും. ഇനി അതല്ല കഴിഞ്ഞ മാസം, അതായത് ഫെബ്രുവരി 15, 16 ശേഷമാണ് ഞാനിത് ഓർഡർ ചെയ്തതെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ടല്ലോ, ആ ഒരു മന്തിൽ ഫെബ്രുവരി 15 to 16 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതുകൂടി എനിക്ക് ഫസ്റ്റ് EMIയിൽ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം.
അതിനുശേഷം നമുക്ക് നമ്മുടെ ഓർഡർ ഒന്നുകൂടി ഒന്ന് റിവ്യൂ ചെയ്യാം. എന്താണ് നമ്മുടെ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളത് നോക്കാം. എന്നിട്ട് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നത്തേക്കാണോ നമുക്ക് ഡെലിവറി വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓർഡർ സമ്മറി റിവ്യൂ ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ പ്ലേസ് യുവർ ഓർഡർ ആൻഡ് പേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ബാങ്കിൻ്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള OTP എൻ്റർ ചെയ്യാം. അതിനുശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഓർഡർ ഇവിടെ പ്ലേസ് ആയെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇൻ കേസ് നിങ്ങൾ ഫസ്റ്റ് പ്ലേസ് ചെയ്തൊരു ഓർഡർ ബൗൺസ് ആയെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ യുവർ അക്കൗണ്ടിൽ യുവർ ഓർഡേഴ്സിൽ വരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഒരു ഓർഡർ പെൻഡിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓർഡർ ഞാൻ മുമ്പ് ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്ന സക്സസ്ഫുൾ ആവാത്തൊരു ഓർഡറാണ്. അപ്പോൾ ഇത് നമുക്കിവിടെ ക്യാൻസൽ ഓർഡർ അടിക്കാം. ഇനി ഇവിടെ നിങ്ങൾക്ക് ഓർഡർ ക്യാൻസലേഷൻ റീസൺ സെലക്ട് ചെയ്യാം. അതിനുശേഷം ക്യാൻസൽ സെലക്റ്റഡ് ഐറ്റംസ് ഇൻ ദിസ് ഓർഡർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ദിസ് ഓർഡർ ഹാസ് ബീൻ ക്യാൻസൽഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ നോ കോസ്റ്റ് EMIയിൽ പ്രൊഡക്ട്സ് ആമസോൺ ത്രൂ പർച്ചേസ് ചെയ്യുന്നത്.